ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹന ഇൻഷുറൻസ് എന്ന ഒരു പുതിയ സെഗ്മെൻറ്റ് കൂടി ചാനലിൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ എല്ലാവിധ വാഹനങ്ങളുടെയും ഇൻഷുറൻസ് പ്രീമിയം എത്രയാകുമെന്നാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത്. 2 വീലർ, 3 വീലർ, കാർ, ഗുഡ്സ്, പാസഞ്ചർ വെഹിക്കിൾ തുടങ്ങിയ ഹെവി വെഹിക്കിൾസ്, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവയുടെ തേർഡ് പാർട്ടി പ്രീമിയവും ഫുൾ പാക്കേജ് പ്രീമിയവും എത്രയാകുമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. കൂടാതെ നിൽ ഡിപ്രീസിയേഷൻ എന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, ആഡ് ഓൺ കവർ, നോ ക്ലെയിം ബോണസ് എന്ന NCB തുടങ്ങിയവയൊക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ഓൺലൈനായി എങ്ങനെ എടുക്കാം എന്നതിനെ സംബന്ധിച്ച വീഡിയോയും ഈ ഒരു സെഗ്മെൻറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈനായി നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭിക്കുമെങ്കിലും ഇവിടെ എല്ലാവിധ വാഹനങ്ങളുടെയും വിശദമായ പ്രീമിയം റിപ്പോർട്ട് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രത്യേകതയുമുണ്ട്. 2 വീലറിൻ്റെ ഇൻഷുറൻസ് പ്രീമിയത്തെ, തേർഡ് പാർട്ടി ഫുൾ പ്രീമിയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 വീലർ ഇല്ലെങ്കിലും വീഡിയോയുടെ ആദ്യ ഭാഗം 2 വീലറിൻ്റെ ഫുൾ പാക്കേജ് പ്രീമിയവും തേർഡ് പാർട്ടി പ്രീമിയവും പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് കണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് അങ്ങോട്ടുള്ള മറ്റു വാഹനങ്ങളുടെ പ്രീമിയം റേറ്റുകൾ മനസ്സിലാക്കുവാനും കണക്ക് കൂട്ടുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പ്രീമിയം ചാർട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വീഡിയോയിലെ മറ്റു വാഹനങ്ങളുടെ ഒക്കെ പ്രീമിയം വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ വാഹനത്തിൻ്റെയും പ്രീമിയം എത്രയാകുമെന്ന് കമൻറ്റിൽ ചോദിക്കരുത്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാകുന്നതാണ്. മറ്റ് സംശയങ്ങൾ ചോദിക്കാം. കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്ന ഏരിയ കേന്ദ്രീകരിച്ച് പിന്നീട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. RTO സംബന്ധമായ ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകളൊക്കെ ചാനലിൽ ലഭ്യമാണ്. മാത്രവുമല്ല, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 25ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 2 വീലർ, കാർ, പാസഞ്ചർ വെഹിക്കിൾ, ഗുഡ്സ് വെഹിക്കിൾ ഉൾപ്പെടെയുള്ള വാണിജ്യ വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസും ഫുൾ പാക്കേജ് ഇൻഷുറൻസ് പ്രീമിയവും എത്രയാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ടറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. വാഹനങ്ങൾക്ക് പ്രധാനമായും 2 തരം ഇൻഷുറൻസുകളാണുള്ളത്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസി എന്ന ഫുൾ പാക്കേജ് പോളിസിയും ലയബിലിറ്റി പോളിസി എന്ന തേർഡ് പാർട്ടി പോളിസിയും. അങ്ങനെ 2 തരം ഇൻഷുറൻസ് കവറേജുകളാണ് ഉള്ളത്. വാഹന ഉടമയല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി വാഹനം ഇടിച്ചു മരിക്കാനിടയായാൽ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയ്ക്കാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിന് ലയബിലിറ്റി പോളിസി എന്നും പറയും. ഇത് പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുന്നതിന് നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. കൂടാതെ മൂവബിൾ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസും ലയബിലിറ്റി ഇൻഷുറൻസിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടും. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ്, വെയിറ്റിംഗ് ഷെഡ് തുടങ്ങിയവ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാശനഷ്ടം ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടും. മറ്റൊരു ഇൻഷുറൻസാണ് കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഫുൾ പാക്കേജ് പോളിസി. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ തേർഡ് പാർട്ടി ഇൻഷുറൻസിനൊപ്പം ഓൺ ഡാമേജ് കൂടി കണക്ക് കൂട്ടും. ഓൺ ഡാമേജ് എന്നാൽ ഒരു വാഹനത്തിന് നമ്മൾ നിശ്ചിത വിലയിട്ട് IDV എന്നാണ് അതിന് പറയുന്നത്, ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. ഈ ഓൺ ഡാമേജ് പ്രീമിയവും കൂടി ചേർന്നതാണ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന ഫുൾ പാക്കേജ് പോളിസി. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, വാഹനം അപകടത്തിൽപ്പെട്ട് വാഹനത്തിന് കേടുപാട് സംഭവിക്കുമ്പോൾ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന ഫുൾ പാക്കേജ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ആ വാഹനം പണിയുവാനുള്ള പൈസ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് ലയബിലിറ്റി പോളിസി, തേർഡ് പാർട്ടി പോളിസി ഉള്ളവർക്ക് അങ്ങനെ ഒരു അപകടമുണ്ടായാൽ വാഹനം പണിയുവാനുള്ള പൈസ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ലഭിക്കുന്നതല്ല. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, സിമ്പിളായി പറഞ്ഞാൽ. ഫുൾ പാക്കേജ് പോളിസി വാഹന ഉടമയുടെ ഇഷ്ടാനുസരണം എടുക്കുവാൻ സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. നേരെ മറിച്ച് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു വാഹനത്തിന് നിർബന്ധമായും എടുത്തിരിക്കേണ്ടുന്ന ഒന്നാണ്. ഈ പറഞ്ഞ 2 തരം ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടാതെ നിൽ ഡിപ്രീസിയേഷൻ എന്ന ബമ്പർ ടു ബമ്പർ പ്രീമിയം, ആഡ് ഓൺ കവർ പ്രീമിയം തുടങ്ങിയവയൊക്കെ നമ്മൾ ഈ ഒരു ചാർട്ടിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ വിശദീകരിക്കുകയാണ്. ഇതിലാദ്യം നമ്മൾ 2 വീലറിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയവും ഫുൾ പാക്കേജ് പ്രീമിയം എത്രയാണെന്ന് നോക്കുകയാണ്. ഇവിടെ ഈ ചാർട്ടിൻ്റെ ഇത്രയും ഭാഗമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ കാറ്റഗറിയും നമ്മൾ ഈ ചാർട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ മാത്രം എടുത്ത് വിശദീകരിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് 2 വീലറിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം എത്രയാണെന്ന് നോക്കാം. ഇതിന് CC, ക്യൂബിക് കപ്പാസിറ്റി അടിസ്ഥാനമാക്കിയാണ് തേർഡ് പാർട്ടി പ്രീമിയം നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ RC ബുക്കിൽ CC എത്രയാണെന്ന് എഴുതിയിട്ടുണ്ടാകും. ക്യൂബിക് കപ്പാസിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇവിടെ നമുക്ക് ആദ്യം ലെസ് ദാൻ 75 cc എന്ന് കാണാം. ഇത് 75 cc താഴെയുള്ള 2 വീലറാണ്. മോപ്പഡ് വിഭാഗത്തിലൊക്കെ ഉള്ള സാധാരണ
അധികം ആരും ഉപയോഗിക്കാത്ത വിഭാഗവുമാണ്. അതിൻ്റെ നേർക്ക് TP എന്ന് എഴുതിയിരിക്കുന്നതിന് നേർക്ക് താഴെ 538 രൂപ കാണാം. അതിൻ്റെ പ്രീമിയം TP തേർഡ് പാർട്ടി പ്രീമിയം 538 രൂപയാണ്. അതിന് വലത് സൈഡിലായിട്ട് കോംപ്രിഹെൻസീവ് PA പേഴ്സണൽ ആക്സിഡൻ്റാണ്, ആക്സിഡൻറ്റിനുള്ള പ്രീമിയമാണത് 275 രൂപ. 275 രൂപ നമ്മൾ അടയ്ക്കുമ്പോൾ 15 ലക്ഷം രൂപയ്ക്കുള്ള ഇൻഷുറൻസ് വാഹന ഉടമയ്ക്ക് ലഭിക്കുന്നതാണ്. വാഹന ഉടമ മരണപ്പെടുമ്പോഴാണ് ഈ 15 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നത്. വാഹന ഉടമയ്ക്ക് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല പരസ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ 275 രൂപ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നമുക്ക് 538ഉം 714 ഒക്കെ പ്രീമിയം വന്നിരിക്കുന്നതാണ് TP പ്രീമിയം. അത് മതി എന്നുള്ള പരസ്യം കാണുന്നത് നമുക്ക് കാണാം. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഈ 275 രൂപ PA കവറേജും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഇൻഷുറൻസ് എപ്പോഴും ചെയ്യുക. എല്ലാ വാഹനങ്ങൾക്കും കോമൺ ആയിട്ടുള്ളതാണ് ഈ 15 ലക്ഷം രൂപയുടെ PA കവറേജ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം വാഹനങ്ങളുണ്ടെങ്കിൽ, കാറും ബൈക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് PA കവറേജ് എടുത്താൽ മതിയാകും. കാരണം ഒരു വാഹന ഉടമ ഒരു വാഹനമേ ഒരു സമയം ഓടിക്കാൻ സാധിക്കൂ, അതാണ് അതിൻ്റെ ലോജിക്ക്. അതുകൊണ്ട് ഒരെണ്ണം എടുത്താൽ മതിയാകും. അതിന് സ്റ്റാൻഡ് അലോൺ PA പോളിസി എടുത്തിട്ട് ഒരാൾക്ക് എത്ര വാഹനമുണ്ടോ, അയാളുടെ ആ ഉടമയുടെ പേരിൽ എത്ര വാഹനമുണ്ടോ അതിനെല്ലാം ഈ ഒരൊറ്റ പോളിസി മാത്രം ഉപയോഗിക്കാം. അത് ബാക്കി ഇൻഷുറൻസ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് 275 രൂപ കുറച്ചടച്ചാൽ മതിയാകും അങ്ങനെ ചെയ്താൽ. ഇനി നമുക്ക് തേർഡ് പാർട്ടി പ്രീമിയത്തിലേക്ക് വരാം. ഇവിടെ 75 CC വരെയുള്ള ടൂ വീലറിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം ഈ 538 രൂപ TP തേർഡ് പാർട്ടി പ്രീമിയവും PA കവർ 275 രൂപയും കൂടെ ചേർത്ത് 959 രൂപയാണെന്ന് വലത് സൈഡിൽ എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ 538ഉം 275ഉം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ GST 18% കൂടി കൂട്ടിയുമ്പോഴുള്ള എമൗണ്ടാണ് 959 രൂപ കാണിച്ചിരിക്കുന്നത്. ഒരു വർഷത്തേക്കുള്ള പ്രീമിയമാണിത്. അടുത്തത് 75 CCക്കും 150 CCക്കും ഇടയിലുള്ള ടൂ വീലറിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയമാണ് നോക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് 1167 രൂപയാണെന്ന് കാണാം. സാധാരണ ആക്റ്റീവ, മാസ്ട്രോ, ഡിയോ, മറ്റ് സാധാരണ ബൈക്കുകൾ തുടങ്ങിയവയൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. 1167 രൂപയാണ് GST ഉൾപ്പെടെയുള്ള ടോട്ടൽ പ്രീമിയം. അടുത്ത 151നും 350 CCക്കും ഇടയിലുള്ള ബൈക്കിന് വരുന്ന ടോട്ടൽ തേർഡ് പാർട്ടി പ്രീമിയം 1936 രൂപയാണ്. ഇതിൻ്റെ കൂടെ ഇത് GST ഉൾപ്പെടെയുള്ള ഒരു വർഷത്തേക്കുള്ള പ്രീമിയമാണ്. സാധാരണ 350 CC ഉള്ള ബുള്ളറ്റും 180 CC ഒക്കെ ഉള്ള പൾസറും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്തത് 350 CCക്ക് മുകളിലുള്ള ടൂ വീലറിൻ്റെ പ്രീമിയമാണ്. അതിൻ്റെയും 2804 രൂപ TPയും 275 രൂപ കമ്പൽസറി PAയും കൂടി ചേർത്ത് അതിനോടൊപ്പം 18% GSTയും ചേർത്ത് 3633 രൂപയാണ് പ്രീമിയം വരുന്നത്. സാധാരണ 500 CC ഉള്ള ബുള്ളറ്റൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതുവരെ നമ്മൾ നോക്കിയ ടൂ വീലറിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ഏതാണ്ട് ഒരുപോലെ തന്നെയായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ടൂ വീലറിൻ്റെ ഫുൾ പാക്കേജ് പ്രീമിയം അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്രീമിയം എത്രയാകും എന്നാണ്. ഇതിന് നമുക്ക് ഈ ചാർട്ടിൻ്റെ ആദ്യ പകുതി മതിയാകും. ഓൺ ഡാമേജ് പ്രീമിയം കാൽക്കുലേഷൻ എന്ന് കൊടുത്തിരിക്കുന്ന കാണാം. അപ് ടു 5 years, 5 to 10 years എന്നൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ചാർട്ടാണ് നമുക്കിതിന് വേണ്ടുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലാദ്യത്തേത് NCB ആണ്, നോ ക്ലെയിം ബോണസ് എന്ന് പറയും. നമ്മൾ ഫുൾ പാക്കേജ് ഇൻഷുറൻസ് എടുക്കുന്നവർ ആ വർഷം ആ വണ്ടിക്ക് ക്ലെയിം ഒന്നും വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് വണ്ടിക്ക് ആക്സിഡൻ്റ് ഒന്നും പറ്റാതെ ക്ലെയിം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിസ്കൗണ്ട് ലഭിക്കും. ഫുൾ പാക്കേജ് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം 2ാമത്തെ വർഷം തൊട്ടാണ് NCB ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. 2ാമത്തെ വർഷം 20, 3ാമത്തെ വർഷം 25, പിന്നീട് 35, 45, 50 എന്നീ ക്രമത്തിലാണ് NCB ബോണസ് നമുക്ക് ലഭിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു വർഷം നമ്മൾ ക്ലെയിം ചെയ്താൽ NCB മുഴുവനും കട്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് 50% NCB ഉള്ള ഒരാൾ ആ വർഷം ക്ലെയിം ചെയ്താൽ പിന്നെ NCB ഒന്നും ലഭിക്കത്തില്ല. പിറ്റേ വർഷം തൊട്ട് ഫസ്റ്റ് പ്രീമിയം തൊട്ട് അടയ്ക്കേണ്ടി വരും. അതേപോലെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും NCB കട്ടാവും. എന്നാൽ ചില കമ്പനികൾ ക്ലെയിം ചെയ്താലും NCB നഷ്ടപ്പെടാതിരിക്കാൻ ആഡ് ഓൺ കവറേജുകൾ നൽകുന്നുണ്ട്. നിൽ ഡിപ്രീസിയേഷൻ പോളിസി എടുക്കുന്നവർക്കാണ് ഈ ഒരു കവറേജ് ലഭിക്കുക. ചില കമ്പനികളിൽ ആഡ് ഓൺ കവറേജും നിൽ ഡിപ്രീസിയേഷനും പിന്നീട് നമ്മൾ നോക്കുന്നുണ്ട്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് IDV, ഇൻഷ്വേർഡ് ഡിക്ലെയർഡ് വാല്യൂ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ വാഹനത്തിന് നൽകുന്ന വിലയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയൊരു വാഹനം എടുത്താലും ഓൺ റോഡ് പ്രൈസിൽ നിന്നും 5% കുറച്ചാണ് IDV കണക്കാക്കുന്നത്. അതുപോലെ ഓരോ വർഷം കഴിയും തോറും ഓരോ വാഹനത്തിൻ്റെയും 10% ഡിപ്രീസിയേഷൻ കണക്കാക്കി വില കുറയുകയും ചെയ്യും. അതൊക്കെ അനുസരിച്ചാണ് വണ്ടിക്ക് വില ഇടേണ്ടുന്നത്. അതാണ് IDV എന്നറിയപ്പെടുന്നത്. ഇത്രയും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കൂ. താഴോട്ട് നമ്മൾ മറ്റ് വാഹനങ്ങളുടെ ഒക്കെ പ്രീമിയം
കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് ആദ്യം കാണാത്തവർ തുടർന്ന് അങ്ങോട്ട് കണ്ടത് കൊണ്ടും കാര്യമില്ല. ഇനി നമുക്ക് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ 75cc വരെയുള്ള വാഹനത്തിന് നേർക്ക് 1.676 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ 1.676 എന്നുള്ളത് ടാബുലാർ പ്രീമിയമാണ്. അതിനോട് ചേർന്ന് തന്നെ പെർസെൻറ്റേജ് ഓൺ IDV എന്നും കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് 5 വർഷം പഴക്കമുള്ള വാഹനത്തിൻ്റെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഒരു വാഹനത്തിന് 10,000 രൂപയാണ് IDV വാഹനത്തിൻ്റെ വിലയിടാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1.676% പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടുന്നത്. അതായത് 167.6 രൂപ വരും അതിൻ്റെ പ്രീമിയം. ഇവിടെ 10,000 രൂപ വണ്ടി വില അല്ലെങ്കിൽ IDV കൊടുക്കുമ്പോഴാണ് 167.6 രൂപ അതിൻ്റെ പ്രീമിയം വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ 1,00,000 രൂപയാണ് IDV എന്നുണ്ടെങ്കിലും ഇതിൽ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്, കൂട്ടി നോക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ നോക്കിയ NCB ഇവിടെ പ്രയോഗിക്കേണ്ടി വരും. ഇപ്പം വണ്ടിക്ക് 2 വർഷം പഴക്കമുണ്ട്, ഇൻഷുറൻസ് എടുത്തിട്ട് 2ാമത്തെ വർഷമാണ്. അപ്പോൾ NCB 20% ഈ കൂട്ടിയ പ്രീമിയത്തിൽ നിന്നും കുറയ്ക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വണ്ടി വില കൊടുക്കുമ്പോൾ ഓരോ വർഷവും 10% വെച്ച് ഡിപ്രീസിയേഷൻ കുറയുന്നുണ്ട്. അത് കണക്കാക്കി വേണം വില കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയതിന് ശേഷം ഇതിൻ്റെ 18% GSTയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ പ്രീമിയം നമുക്ക് ലഭിക്കും. അങ്ങനെ ടോട്ടൽ പ്രീമിയം ലഭിച്ചതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇനിയാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യേണ്ടുന്നത്. ഏതാണ്ട് 60 മുതൽ 90% വരെയൊക്കെ ഡിസ്കൗണ്ട് ലഭിക്കും. ഓൺലൈനായി ചെയ്യുന്നവർക്ക് 60%, അതേപോലെ തന്നെ ഓഫീസുകളിൽ 90% വരെയും ROയുടെ അനുമതിയോടുകൂടി 95% വരെയും ഒക്കെ ഡിസ്കൗണ്ട് തരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഓൺ ഡാമേജ് പ്രീമിയം എന്ന OD പ്രീമിയം ഇങ്ങനെ ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ TP പ്രീമിയം കൂടി ആഡ് ചെയ്ത് ലഭിക്കുന്നതാണ് ടോട്ടൽ ഫുൾ പാക്കേജ് പ്രീമിയം അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്രീമിയം. ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും വ്യത്യസ്ത രീതിയിലുള്ള ഡിസ്കൗണ്ട് പാറ്റേണുകളായിരിക്കും ഉള്ളത്. അത് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുമായി സംസാരിച്ച് ഉറപ്പുവരുത്തേണ്ടുന്നതാണ്. ഇവിടെ ന്യൂ ഇന്ത്യയുടെ പ്രീമിയം ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. കമ്പനി മാറുന്നതിനനുസരിച്ച് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. എങ്കിലും നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ ഇതുകൊണ്ട് ലഭിക്കുന്നതാണ്. ഇവിടെ 1000 രൂപ IDVക്ക് എത്ര പെർസെൻറ്റേജ് പ്രീമിയം കൊടുക്കണമെന്നാണ് വിവിധ വിഭാഗങ്ങളിലായി കാണിച്ചിരിക്കുന്നത്. ബൈക്കിന് 2 വീലറിന് ഇത്രയും ഡിസ്കൗണ്ട് ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ വലിയ വാഹനങ്ങൾക്കും ഒക്കെയാണ് ഡിസ്കൗണ്ട് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ അത് വിശദീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം കണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 75 മുതൽ 150 cc വരെ ഉള്ളതിന് ഒരേ പ്രീമിയമാണെന്ന് കാണാം. ഇതിൽ 5 മുതൽ 10 വർഷം വരെ പഴക്കമുള്ളത്, 10 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളത്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 150 മുതൽ 350 cc വരെയുള്ള വാഹനത്തിൻ്റെയും 3 കാറ്റഗറികളായിട്ട് പ്രീമിയം കൊടുത്തിട്ടുണ്ട്. 350 cc മുകളിലുള്ള വാഹനത്തിൻ്റെയും 3 കാറ്റഗറികളിലായിട്ട് പ്രീമിയം കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് കൂട്ടി നോക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തേർഡ് പാർട്ടി പ്രീമിയം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അതിൻ്റെ പ്രീമിയം ഏതാണ്ട് ഒരേ പ്രീമിയം തന്നെയായിരിക്കും എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും. എന്നാൽ ഫുൾ പാക്കേജ് പ്രീമിയത്തിൽ കമ്പനി മാറുന്നതിനനുസരിച്ച് പ്രീമിയത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇനി 2 വീലറിൻ്റെ ലോങ് ടൈം ബണ്ടിൽ പോളിസിയുടെ പ്രീമിയം നോക്കാം. ഇത് 5 വർഷത്തേക്കാണ് 2 വീലറിന് കൊടുക്കുന്നത്. പുതിയ വാഹനങ്ങൾക്കാണ് കൊടുക്കുന്നത്. പഴയ വാഹനങ്ങൾക്ക് മിക്ക കമ്പനികളും ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇതിനാദ്യത്തെ 1 വർഷമാണ് ഫുൾ പാക്കേജ് പ്രീമിയം ഉണ്ടാവുക. പിന്നീട് നമ്മൾ സ്റ്റാൻഡ് അലോൺ OD പ്രീമിയം ഓരോ വർഷവും എടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. 5 വർഷത്തേക്കും നമുക്ക് ലഭിക്കുന്നത് തേർഡ് പാർട്ടി പ്രീമിയം മാത്രമാണ്. ആദ്യത്തെ 1 വർഷം മാത്രമേ ഫുൾ പാക്കേജ് പ്രീമിയം ലഭിക്കുകയുള്ളൂ. ഇവിടെ ഇടത് സൈഡിൽ കാണുന്ന CCക്ക് ആനുപാതികമായി നേരത്തെ പറഞ്ഞതുപോലെ പ്രീമിയം നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ ഇത് CPAയും GSTയും TPയും ഉൾപ്പെടെയുള്ള പ്രീമിയമാണ്, ടോട്ടൽ എമൗണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടത് സൈഡിലെ CC അനുസരിച്ച് 75 cc വരെയുള്ളതിന് 4,957, 75 cc 150 cc ഇടയിലുള്ളതിന് 6,078 രൂപയും, 151 cc 350 cc ഇടയിലുള്ളതിന് 10,225 രൂപയും, 350 cc മുകളിലുള്ള വാഹനങ്ങൾക്ക് 19,372 രൂപയുമാണ് പ്രീമിയം വരുന്നത്. അടുത്തത് 2 വീലർ ഇലക്ട്രിക് വാഹനങ്ങളുടെ തേർഡ് പാർട്ടി പ്രീമിയം റേറ്റാണ്. ഇത് കിലോ വാട്ട്
അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3 കിലോ വാട്ട് വരെ ഉള്ളതിന് 864 രൂപയും അതിനുശേഷം 3 കിലോ വാട്ടിനും 7 കിലോ വാട്ടിനും ഇടയിലുള്ള ടൂ വീലറിന് 1040 രൂപയും 7 കിലോ വാട്ടിനും 16 കിലോ വാട്ടിനും ഇടയിലുള്ളതിന് 1694 രൂപയും 16 കിലോ വാട്ടിന് മുകളിലുള്ളതിന് 3136 രൂപയുമാണ് തേർഡ് പാർട്ടി പ്രീമിയം. 15 ലക്ഷം രൂപയുടെ CPAയും GSTയും ഉൾപ്പെടെയുള്ള പ്രീമിയമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഒരു വർഷത്തേക്കുള്ള പ്രീമിയമാണ്. തൊട്ട് താഴെ ഇലക്ട്രിക് വാഹനങ്ങളുടെ 5 വർഷത്തേക്കുള്ള ലോങ് ടൈം ബണ്ടിൽ പ്രീമിയം കൊടുത്തിരിക്കുന്ന കാണാം. ഇത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നല്ല എഫർട്ട് എടുത്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം ഇതിനെടുക്കുകയും ചെയ്യും. എന്നിരുന്നാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ പ്രൈവറ്റ് കാറിൻ്റെ കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഫുൾ പാക്കേജ് പ്രീമിയമാണ് നോക്കുന്നത്. അതിന് 3 കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. 5 വർഷം വരെയും 5 to 10 വർഷം വരെയും 10 വർഷത്തിന് മുകളിലും അങ്ങനെ 3 കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. അതിനും CC അടിസ്ഥാനത്തിലാണ് പ്രീമിയം വരുന്നത്. 1000 CC വരെ ഉള്ളതിന് 1000 IDVക്ക് 3.039% അതിൻ്റെ വെച്ചാണ് കണക്ക് കൂട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതായത് 5 വർഷം വരെ പഴക്കമുള്ളതിന് 3.039% 1000 രൂപയ്ക്ക് കണക്കാക്കി നേരത്തെ ചെയ്തതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. തൊട്ടടുത്തുള്ള പ്രീമിയങ്ങളൊക്കെ അടുത്ത ടാബിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 1001 CC മുതൽ 1500 CC വരെ ഉള്ളതിൻ്റെയും പ്രീമിയം റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1500 CCക്ക് മുകളിലുള്ളതിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ നിന്നും NCB കുറയ്ക്കണം, GST കൂട്ടണം, അതേപോലെ വാഹനത്തിൻ്റെ കാലപ്പഴക്കം ഡിപ്രീസിയേഷൻ 10% വെച്ച് കുറയ്ക്കണം. ഈ കാലപ്പഴക്കം കുറച്ചാലും അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ പ്രീമിയം എടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഡിസ്കൗണ്ടിൻ്റെ കാര്യവും മറക്കാതിരിക്കുക. 60 മുതൽ 90-95% വരെയൊക്കെ ടോട്ടൽ പ്രീമിയത്തിൻ്റെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ലോങ് ടൈം ബണ്ടിൽ പ്രീമിയവും ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ പ്രൈവറ്റ് കാറിന് 3 വർഷത്തേക്കാണ് ലോങ് ടൈം ബണ്ടിൽ ഇൻഷുറൻസ് ലഭിക്കുന്നത്. പുതിയ വാഹനങ്ങൾക്കാണ് 3 വർഷത്തേക്ക് ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കുന്നത്. പഴയ വാഹനങ്ങൾക്ക് ഇപ്പോൾ മിക്ക കമ്പനികളും ലോങ് ടൈം കൊടുക്കുന്നില്ല. അടുത്തത് ഇതേ വാഹനങ്ങൾക്കുള്ള നിൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ B2B ബമ്പർ ടു ബമ്പർ പ്രീമിയത്തിൻ്റെ നിരക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ 5 കൊല്ലത്തേക്കാണ് നിൽ ഡിപ്രീസിയേഷൻ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ സെയിം കമ്പനിയിൽ തന്നെ തുടരുകയാണെങ്കിൽ 7 വർഷം വരെയൊക്കെ ചില കമ്പനികൾ B2B ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നൽകുന്നുണ്ട്. വാഹനത്തിൻ്റെ കാലപ്പഴക്കം ഒഴിവാക്കി ഫുൾ ഇൻഷുറൻസ് ലഭിക്കുന്ന നിൽ ഡിപ്രീസിയേഷന് നേരത്തെ പറഞ്ഞിരുന്നത് ബമ്പർ ടു ബമ്പർ എന്നാണ്. അതിന് B2B എന്നും പറയും. നിൽ ഡിപ്രീസിയേഷനും കൂടി പോളിസിയുടെ കൂടെ ആഡ് ചെയ്യുന്നവർക്ക് ഒരു അപകടമുണ്ടായി നമ്മൾ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ആ ക്ലെയിം ചെയ്യുന്ന തുക മുഴുവനും കിട്ടും. അതിൽ നിന്ന് കമ്പൽസറി ഡിഡക്ഷൻ എന്നുള്ള ചെറിയൊരു എമൗണ്ട് മാത്രം കുറയത്തേ ഉള്ളൂ. ഇനി നമുക്ക് പ്രൈവറ്റ് കാറിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം നോക്കാം. 1000 CC വരെയുള്ള പ്രൈവറ്റ് കാറിൻ്റെ പ്രീമിയം വരുന്നത് 2855 രൂപയാണ്. ഇതിൽ 15 ലക്ഷം രൂപയുടെ കമ്പൽസറി PA കവറേജും GST ടാക്സും കൂടെ ഉൾപ്പെടെയുള്ള പ്രീമിയമാണ്. അതുപോലെ തന്നെ 1001 CCക്കും 1500 CCക്കും ഇടയിലുള്ള പ്രൈവറ്റ് കാറിൻ്റെ പ്രീമിയം 4415 ആണ്. 1500 CCക്ക് മുകളിലുള്ള പ്രൈവറ്റ് കാറിൻ്റെ പ്രീമിയം 9702 രൂപയുമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ പ്രീമിയത്തിൽ തേർഡ് പാർട്ടി പ്രീമിയം പ്ലസ് കമ്പൽസറി PA 15 ലക്ഷത്തിൻ്റെ പ്രീമിയം ഉണ്ട് 275 രൂപ, പ്ലസ് പെയ്ഡ് ഡ്രൈവർ പ്രീമിയം 50 രൂപ, പ്ലസ് GST ഇതെല്ലാം കൂടി ചേർത്തുള്ള പ്രീമിയമാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ പ്രൈവറ്റ് കാറിന് ലോങ് ടൈം ബണ്ടിൽ പോളിസി ലോങ് ടൈം ലഭിക്കുന്നത് 3 വർഷത്തേക്കാണ്. 3 വർഷത്തേക്ക് ആദ്യത്തെ വർഷം മാത്രമേ ഉള്ളൂ ഫുൾ പാക്കേജ് പ്രീമിയം. രണ്ടാമത്തെ വർഷം തൊട്ട് നമ്മൾ സെപ്പറേറ്റ് സ്റ്റാൻഡ് അലോൺ OD പ്രീമിയം അടച്ച് പുതുക്കേണ്ടി വരും. അതിനോടൊപ്പം PAയും ഇതിനോടൊപ്പം പുതുക്കണം. പ്രൈവറ്റ് കാറിൻ്റെ ലോങ് ടൈം പ്രീമിയവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതിനോടൊപ്പം പറയേണ്ടത് നേരത്തെ നമ്മൾ 2 വീലറിൻ്റെ 5 ഇയർ ലോങ് ടൈം പോളിസിക്കൊപ്പം ഇതുപോലെ തന്നെ PAയും നമുക്ക് OD പ്രീമിയം പുതുക്കുന്നതിനോടൊപ്പം പുതുക്കേണ്ടി വരും സെക്കൻഡ് ഇയർ തൊട്ട്. അതും ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് ഇലക്ട്രിക് പ്രൈവറ്റ് കാറിൻ്റെ പ്രീമിയമാണ്. ഇവിടെ കിലോ വാട്ട് കണക്കാക്കിയാണ് പ്രീമിയം വരുന്നത്. ആദ്യം 30 കിലോ വാട്ട് വരെയുള്ളതിന് 2483 രൂപയാണ്. 30 കിലോ വാട്ടിനും 65 കിലോ വാട്ടിനും ഇടയിലുള്ളതിന് 3811 രൂപയും 65 കിലോ വാട്ടിന് മുകളിലുള്ള പ്രൈവറ്റ് കാറിൻ്റെയൊക്കെ പ്രീമിയം 8303 രൂപയുമാണ്. ഇതിനകത്ത് തേർഡ് പാർട്ടി പ്രീമിയം പ്ലസ് കമ്പൽസറി PA പ്ലസ് പെയ്ഡ് ഡ്രൈവർ PA അതല്ലെങ്കിൽ കോ പാസഞ്ചർ PA പ്ലസ് GST ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വർഷത്തേക്കുള്ള പ്രീമിയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഇലക്ട്രിക് കാറിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയമാണ് നോക്കിയത്. തൊട്ട് താഴെയായിട്ട് ലോങ് ടൈം ബണ്ടിൽ പ്രീമിയം കാണാം. 3 വർഷത്തേക്കുള്ളതാണ്.
അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇലക്ട്രിക് കാറിൻ്റെ ഓഡി പ്രീമിയം ഫുൾ പാക്കേജ് പ്രീമിയം ലഭ്യമല്ല. ഇത് ഫ്യൂൽ വെഹിക്കിളിൻ്റെ പ്രീമിയം കൂട്ടി നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയിൽ എത്താവുന്നതാണ്. അടുത്തത് 3 വീലറിൻ്റെയാണ്. 6 പാസഞ്ചർ വരെയുള്ള 3 വീലറിൻ്റെ ഫുൾ പാക്കേജ് പ്രീമിയത്തിൻ്റെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നോക്കിയതുപോലെ നിങ്ങൾക്ക് കൂട്ടി നോക്കാവുന്നതാണ്. അതിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം 7,678 രൂപയാണ്. അതിപ്പോൾ ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ട്. 7,196 രൂപയാണ് ന്യൂ ഇന്ത്യക്ക് വരുന്നത്. മറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ചിലപ്പോൾ മാറ്റമുണ്ടാകാം. ഇതേ കാറ്റഗറിയിലുള്ള ഇലക്ട്രിക് 3 വീലറിൻ്റെ പ്രീമിയം 5,122 രൂപയാണ്. അതുപോലെ തന്നെ 3 വീലറിൻ്റെ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം നമ്മൾ നേരത്തെ നോക്കിയ പ്രൈവറ്റ് കാറ് 1000 cc താഴെയുള്ള ആ പ്രീമിയം മാത്രമേ പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്കാവുകയുള്ളൂ. ആ പ്രീമിയം 2,855 രൂപയുമാണ്. അടുത്തത് 6 പാസഞ്ചർ വരെയുള്ള ടാക്സി കാറിൻ്റെ പ്രീമിയമാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് പാക്കേജ് പ്രീമിയത്തിൻ്റെ റേറ്റാണ്, കൂട്ടി നോക്കാവുന്നതാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് തേർഡ് പാർട്ടി പ്രീമിയമാണ്. തേർഡ് പാർട്ടി പ്രീമിയം 1000 cc വരെയുള്ള കാറുകൾക്ക് 12,995 രൂപയും 1,001 മുതൽ 1,500 cc വരെയുള്ളതിന് 14,369 രൂപയും 1,500 cc മുകളിലുള്ള കാറുകൾക്ക് തേർഡ് പാർട്ടി പ്രീമിയം 18,072 രൂപയുമാണ്. അടുത്തത് ഇലക്ട്രിക് ടാക്സി കാറുകളുടെ പ്രീമിയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല, സ്ക്രീൻ പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് 6 പാസഞ്ചറിൽ കൂടുതലുള്ള ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെയുള്ള പാസഞ്ചർ വാഹനങ്ങളുടെ ഫുൾ പാക്കേജ് പ്രീമിയമാണ്. ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണ് പ്രീമിയം വരുന്നത്. ഇവിടെ നമ്മൾ വെഹിക്കിൾ ഏജ് നോക്കണം. അപ് ടു 5 years, 5 to 7 years, മോർ ദാൻ 7 years അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിനോടൊപ്പം NCB കുറയ്ക്കണം. NCB വരുന്നത് ഫസ്റ്റ് ഇയറിൽ നോ ക്ലെയിം ബോണസ് ഇല്ല. സെക്കൻഡ് ഇയർ തൊട്ട് 20, 25, 35, 45, 50 എന്ന ക്രമത്തിലാണ് NCB വരുന്നത്. ക്ലെയിമൊന്നും ഇല്ലെങ്കിൽ, ക്ലെയിം ചെയ്താലോ NCB ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയോ വാഹനം വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ NCB കട്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കാണുന്ന ഇക്വേഷൻ അനുസരിച്ച് ഫുൾ പാക്കേജ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം 18% GST കൂടി ആഡ് ചെയ്യണം. അടുത്തത് പാസഞ്ചർ ബസ്സിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയമാണ്. സ്കൂൾ ബസ്സിൻ്റെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രീമിയം വരുന്നത്. 14,343 രൂപയാണ് തേർഡ് പാർട്ടി പ്രീമിയം. 275 രൂപ PA വരും. വർക്ക്മെൻ കോമ്പൻസേഷൻ പ്രീമിയം 50 രൂപ. അതിനുശേഷം ഓരോ പാസഞ്ചറിനും 877 രൂപ വെച്ച് ആഡ് ചെയ്യണം. അതിനോടൊപ്പം 18% GSTയും കൂടി കൂട്ടി വരുന്നതാണ് പാസഞ്ചർ ബസ്സിൻ്റെ ടോട്ടൽ തേർഡ് പാർട്ടി പ്രീമിയം. അടുത്തത് 3 വീലർ ഗുഡ്സ് ക്യാരിയിങ് വെഹിക്കിളാണ്. പെറ്റി ഓട്ടോ കാറ്റഗറിയിൽ വരുന്നത് ഗുഡ്സ് ഓട്ടോ. ഇതിൻ്റെ ഫുൾ പാക്കേജ് പ്രീമിയം ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം വരുന്നത് പബ്ലിക് കാരിയർ ആണെന്നുണ്ടെങ്കിൽ 5,415 രൂപയും പ്രൈവറ്റ് കാരിയർ ആണെന്നുണ്ടെങ്കിൽ 4,775 രൂപയുമാണ്. ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്ക് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പബ്ലിക് ഗുഡ്സ് വെഹിക്കിൾ 4 വീലർ ആൻഡ് എബോവ്, അതായത് ഗുഡ്സ് വെഹിക്കിളിൻ്റെ പ്രീമിയമാണ് നോക്കുന്നത്. ഇവിടെ ഇതിൻ്റെ GVW അടിസ്ഥാനമാക്കിയാണ് പ്രീമിയം വരുന്നത്. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്നാണ് എൻ്റെ അർത്ഥം. ആദ്യം നമ്മൾ CC അടിസ്ഥാനത്തിലായിരുന്നു. അതിനുശേഷം ബസ്സിൻ്റെ കാര്യം വന്നപ്പോൾ പാസഞ്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മൾ വണ്ടിയുടെ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രീമിയം നിശ്ചയിക്കുന്നത്. ഇവിടെ ഫുൾ പാക്കേജ് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. GVW ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എത്രയാണെന്ന് ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ RC ബുക്കിലുണ്ടാകും. അത് നോക്കി വണ്ടിയുടെ ഏജ്, IDV ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ, വണ്ടിയുടെ വില എത്രയാണ്, അതേപോലെ NCB 18% GST കൂടി ആഡ് ചെയ്യണം തുടങ്ങിയ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഫുൾ പാക്കേജ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നോക്കി അടുത്ത വലത് സൈഡിൽ GVW അടിസ്ഥാനമാക്കിയുള്ള തേർഡ് പാർട്ടി പ്രീമിയം ഗുഡ്സ് വെഹിക്കിളിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം കാണാവുന്നതാണ്. 7,500 GVW വരെയുള്ളതിന് 18,447, 7,501 തൊട്ട് 12,000 വരെയുള്ളതിന് 30,920, 12,001 മുതൽ 20,000 വരെയുള്ളതിന് 40,023 രൂപയും, 20,001 മുതൽ 40,000 വരെയുള്ളവർക്ക് 49,696, 40,000 മുകളിൽ GVW ഉള്ള വാഹനങ്ങൾക്ക് 50,023 രൂപയുമാണ് പ്രീമിയം. അടുത്തത് നിൽ ഡിപ്രീസിയേഷൻ എന്ന ബമ്പർ ടു ബമ്പർ പ്രീമിയവും അതുപോലെ തന്നെ ആഡ് ഓൺ കവർ പ്രീമിയവുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നിൽ ഡിപ്രീസിയേഷൻ വണ്ടിയെടുത്ത് ആദ്യത്തെ 5 വർഷത്തേക്കാണ് ലഭിക്കുന്നത്. പക്ഷേ ചില കമ്പനികൾ അവരുടെ ഇൻഷുറൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 7 വർഷം വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. നിൽ ഡിപ്രീസിയേഷൻ എന്താണെന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അടുത്തത് ആഡ് ഓൺ കവറേജാണ്.
പ്രത്യേക ഏരിയ തിരിച്ച് പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനെയാണ് ആഡ് ഓൺ കവറേജ് എന്ന് പറയുന്നത്. RTI കവറേജ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ഇൻവോയ്സ് കവറാണ്. അതായത് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഓൺ റോഡ് പ്രൈസിൽ നിന്നും 5% കുറച്ചാണ് ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ വിലയും കിട്ടും വണ്ടിയുടെ. അതുപോലെ തന്നെയാണ് റോഡ് ടാക്സ് കവറും. എൻജിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻജിൻ പ്രൊട്ടക്ഷൻ നമ്മളുടെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിലുണ്ട്. പക്ഷേ എൻജിനിൽ വെള്ളം കയറുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ വരുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് NCB പ്രൊട്ടക്ഷൻ കവർ എന്നത്. അതായത് നമ്മൾ 50% NCB നിൽക്കുമ്പോൾ ക്ലെയിം ചെയ്യുകയോ ഓണർഷിപ്പും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആ NCB കട്ടാകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു NCB പ്രൊട്ടക്ഷൻ കവർ ഉണ്ടെങ്കിൽ ആ 50%-ൽ നമ്മൾ ക്ലെയിം ചെയ്താലും NCB പ്രൊട്ടക്ഷൻ NCB കവറേജ് നഷ്ടമാകില്ല. പക്ഷേ